ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്കിവിടെ ഗുഡ് മോർണിംഗ് ആണ്. ഞങ്ങൾക്ക് 10 മണിയൊക്കെ ആയി തോന്നുന്നു രാവിലെ. അപ്പോൾ ഞാൻ രാവിലെ ഞങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലത്തൊന്ന് നടക്കാമെന്ന് ഓർത്ത് വന്നതാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ ആ ഒരു ഏരിയയുടെ അപ്പുറത്തൊരു മലയുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും അവിടെ നേരത്തെയൊക്കെ വീട് പണിയാൻ സമയത്തൊക്കെ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ മലയുടെ അങ്ങോട്ടൊന്ന് വന്നുന്നുണ്ട്. പക്ഷേ അവിടെ ഇടയ്ക്കൊരു തോടാണ്. പിന്നെ നമുക്ക് ആ തോട് കടക്കാനൊരു മാർഗ്ഗമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നീട് ആയപ്പോഴത്തേക്കും ആ തോടിൻ്റെ അങ്ങോട്ട് പോകാനുള്ള ആക്സസ് അടച്ചു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തുറക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുവാണ്, ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് നടക്കാനൊക്കെ ഉള്ളൊരിത് തുറന്നു കൊടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. വന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാം അതൊക്കെ തുറന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ വന്ന് നോക്കിയിട്ട് പോകാറുണ്ടെന്ന്. അതിത് ഇവിടെയാണ്. ഇവിടെ വരെ വന്ന് അത് ഈ ടാറിട്ടേക്കണേ ഇത് ചെറിയ റോഡല്ലേ, ഇത് അവിടെ തീരുവല്ലേ, അവിടെ വരെ എനിക്ക് വന്ന് നോക്കാൻ പറ്റണം. അതിന് മുന്നേ കുറച്ചും കൂടെ അപ്പുറത്ത് വരെ പോകാമായിരുന്നു, ആ മരത്തിൻ്റെ അവിടെ വരെ പോകാമായിരുന്നു. അതിനുശേഷം പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഈ പോയിൻ്റില്ലേ ഇവിടെ വെച്ച് ഇവർ അടച്ചു കെട്ടി. പിന്നെ ആ മരത്തിൻ്റെ അങ്ങോട്ടും പോകാൻ മേല, അവിടെ ഒരു തോടാണ് ശരിക്കും. പക്ഷെ അങ്ങോട്ടും പോകാൻ മേല, ഇവിടെ വരെ അങ്ങ് അടച്ചു കെട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഇവിടെ താമസിക്കാൻ വരുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നടക്കാം, ആ കാണുന്ന കുന്നിൽ പോകാം. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ കുന്നിലേക്ക് കയറണം. അതെനിക്ക് ഭയങ്കര എന്നാ പറഞ്ഞാൽ, ഈ പിള്ളേരൊക്കെ നമ്മൾ കഥകളിലൊക്കെ വായിക്കില്ലേ, ഒരിക്കലും ഞാൻ ആ സ്റ്റെപ്പ് കയറിപ്പോകും ആ സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിൽ കൂടെ. അപ്പോൾ ആ മലയുടെ മേളിൽ പോവുക. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു ഇതായിരുന്നു കഴിഞ്ഞ 6 മാസമായിട്ടേ. പക്ഷേ ഇത് വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഇവർ അടച്ചേക്കുക. അവിടെ അറ്റത്തൊരു പാലം കാണുന്നുണ്ട്. അതിലേ ഒന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ ഈ തോടിനപ്പുറം കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. യെസ്, അങ്ങനെ ഇവിടെ ഒരു പാലമുണ്ട്. അങ്ങനെ ഈ പാലം കടന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം. ഇതാണ് നമ്മൾ പറഞ്ഞ തോട്. ഈ തോട് കടന്ന് നമ്മളങ്ങ് പോവാം. നല്ല വെള്ളം, ഇതാണ് പാലം. ഓ വേണ്ട, ഇനി എനിക്ക് അവിടെ ഒന്ന് പോകണം. അവിടെ ദൂരെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് പോയി നോക്കണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ മേളിൽ ഇതുപോലെ നടക്കാനും ഒക്കെ സ്ഥലം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇങ്ങനെ കോണ് വെച്ചേക്കോ, അതിൻ്റെ മേളിലേക്ക് പോകാനായിട്ട് ഉള്ള സ്ഥലത്ത് കോണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കയറാവോ എന്നറിയത്തില്ല. നടക്കായിരിക്കും, വണ്ടി പോകാൻ മേലെന്നായിരിക്കും. അതാണ്. അപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് സ്വപ്നം കണ്ടിരുന്ന സ്ഥലത്തേക്ക് ഞാൻ ആ സ്റ്റെപ്പിലേക്ക് നടന്നെടുക്കുകയാണ് കൂട്ടുകാരെ, നടന്നെടുക്കുകയാണ്. കണ്ടോ, ഫൈനലി ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ നോക്കുമ്പോൾ എനിക്ക് കാണാമായിരുന്നേ. ഞാൻ എവിടെ നിന്ന് നോക്കിയിരുന്നേന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് അവിടെ എവിടെയോ ആയിരുന്നു ഞാൻ നിന്ന് നോക്കുമായിരുന്നു. അപ്പം അതിനിടയ്ക്കൊരു തോടാണ്. അപ്പോൾ അത് കടക്കാനൊരു മാർഗ്ഗമില്ലാതെ നിന്നപ്പോഴാണ് ഇന്ന് ഞാനിങ്ങനെ വന്നിങ്ങി അറ്റത്തോട്ട് നോക്കിയപ്പം അവിടെ ഒരു പാലം പണിതേക്കണം, ഒരു ചെറിയ പാലം. അപ്പോൾ ആ പാലം കടന്ന് ഞാനിങ്ങനെ പോന്നു. അപ്പോൾ അതാണ് കണ്ടത്. അവിടെ എവിടെയോ നിന്നാണ് ഈ നോക്കുന്നത്. അവിടെ എല്ലാം പുതിയ വീടുകളിങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കയറിപ്പോയി നോക്കട്ടെ ഇതിനപ്പുറം എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം ഇവിടെയൊക്കെ ഒത്തിരി വീടൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെയുള്ളവർക്ക് നടക്കാനും ഒക്കെയുള്ള ഒരു ലീഷർ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ പണിതത്. എന്തായാലും നല്ല കാര്യം. പക്ഷെ ഒറ്റ പേടിയുള്ളൂ, ഈ പട്ടികളെയും കൊണ്ട് ആൾക്കാർ, ചില പട്ടികൾക്ക് ഒരു കുഴപ്പമില്ല, ചില പട്ടികൾ പക്ഷെ അടുത്തോട്ട് വരും. ഞാൻ ചെറുപ്പം തൊട്ടങ്ങനെ പട്ടികളൊന്നും വീട്ടിലില്ലായിരുന്നത് കാരണം എനിക്ക് അവരോട് അത്ര ഫ്രണ്ട്ലി അല്ല ഞാൻ. സംഭവം നല്ല കയറ്റാണ്. ഞാൻ ഓൾറെഡി കതച്ച് തുടങ്ങി. എന്തായാലും മേള് വരെ ഒന്ന് പോയി നോക്കട്ടെ, അതിനപ്പുറത്തോട്ട് എന്നാന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞ് തിരിച്ചു പോവുക. പണ്ടൊക്കെ സ്കൂളിൽ ഇതുപോലത്തെ എന്തോ ഒരു സാധനത്തിൽ നമ്മളിങ്ങനെ അറ്റത്ത് മുത്തുകൾ കുത്തി വയ്ക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയത്തില്ല അതൊക്കെ. ഇവിടെ എന്തോ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാലോ. ഓ മൈ ഗോഡ്, ഇഷ്ടപ്പെട്ടു. വൈകുന്നേരമൊക്കെ വന്നിരുന്ന് നല്ല രസമായിരിക്കും. നോക്കി
അടിപൊളി. എന്തായാലും ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കെട്ടിയവനെ ഇന്ന് നടക്കാൻ വിളിച്ചിട്ട് അവസാനം ഭയങ്കര താമസമായപ്പോഴത്തേക്കും ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോരുക ചെയ്തത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഇന്നിങ്ങനെ വന്നത് ഒരു ഭയങ്കര മനസ്സിന് സന്തോഷം തന്നെ ഉണ്ട്. ഇനി ഇതിനപ്പുറത്തോട്ട് ഇങ്ങനെ മല കിടക്കും കേട്ടോ. വേണമെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ നടന്നു പോവാം. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂവേ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ ആ ഭാഗത്തെല്ലാം കൺസ്ട്രക്ഷൻസ് നടക്കുക. ഇപ്പോൾ ആ കാണുന്ന വീടുകളൊക്കെ അതിലേതോ ഒരു വീട് ഞങ്ങളുടെയാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ വന്നിങ്ങനെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഇരുന്നാലായിരിക്കും ഭയങ്കര രസം. നല്ല മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര വെച്ചാൽ പൊക്കത്ത് ഇങ്ങനെ ഇരിക്കുമല്ലേ. ഇപ്പം ശരിക്കും ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് ടൗണിലായിരുന്നു. ടൗണിനകത്തായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് മാറുമ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും ആക്സസ് കിട്ടുമല്ലോ. നമുക്ക് എവിടെ പോകണമെങ്കിലും കടയിൽ പോകണമെങ്കിലും എന്തിനും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.